crisis. രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം, നിരവധി ഹോട്ടലുകൾ അടച്ചു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കുക്കിംഗ് ഗ്യാസ് ഷോർട്ടേജ് ആണോ? ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന LPG ഷോർട്ടേജ് സ്റ്റോറി എന്താണ്? ഇന്ത്യയിൽ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ തുടങ്ങിയ പല നഗരങ്ങളിലും ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ ഒരു LPG ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. പല ഹോട്ടൽസിന്റെയും റെസ്റ്റോറൻറ്റ്സിന്റെയും മെനുവിൽ നിന്നും പല ഐറ്റങ്ങളും പുറത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഹോട്ടലുകളും ഒരു ടെമ്പററി ആയിട്ട് ക്ലോസ് ഡൗൺ ആകുന്ന ഒരു ഭീഷണിയിലാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? മെയിൻ റീസൺ എന്നത് വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി വരുന്ന ഓയിലിന്റെയും ഗ്യാസിന്റെയും ഷിപ്മെന്റ് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. ഇത് ഗ്ലോബൽ സപ്ലൈ ചെയിനെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഇനി ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ 60% ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നതും ഇമ്പോർട്ടഡ് ആണ്. അതിൽ 80% ഗൾഫ് റീജിയനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാകും. ഗവൺമെന്റ് ഇപ്പോൾ ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡ് ഗ്യാസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സ് ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും ചെറിയൊരു ഷോർട്ടേജ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എക്സ്പേർട്സ് പറയുന്നത് ഇതൊരു ടെമ്പററി ഫിനോമിന മാത്രമാണ്. കാരണം ഇന്ത്യ പുതിയ സപ്ലൈ റൂട്ട് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു ഷോർട്ട് ടേമിൽ പരിഹരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ലെസൺ ഇതാണ്: ജിയോ പൊളിറ്റിക്സ് നമ്മുടെ കിച്ചൺ വരെ റീച്ച് ചെയ്യും.